താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ: സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി. പ്രകാശം. താഴെ പറയുന്നവയിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? എൻ. വി. ജോസഫ്, സി. കേശവൻ, ടി. എം. വർഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതി. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ശ്രീലങ്ക. ആൻഡമാൻ ദ്വീപുസമൂഹത്തെയും നിക്കോബാർ ദ്വീപുസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10° ചാനൽ. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം ബീഹാർ. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തം 8°4' നോർത്ത് ടു 37°6' നോർത്ത്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്ന് യോജിക്കാത്തത്: ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിങ്. ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. ലോകബാങ്ക് വാഷിംഗ്ടൺ DC. ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ. അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ DC. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന GATT പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന: ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മെഹലനോബിസ് ആണ് എന്നത് തെറ്റാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പി PC മെഹലനോബിസ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ കാലയളവ് 1970-കളുടെ മധ്യം മുതൽ 80-കളുടെ മധ്യം വരെ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതി. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജകമണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര് റെജിമാൻഡറിംഗ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ. ഇന്ത്യയിൽ നിയോജകമണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകാനുള്ള ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുംഗൻ കമ്മിറ്റി. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ട് ക്വോ വാറന്റോ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി സുകൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 323A. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായു വിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ: ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500-നും 3000 ml. നിശ്വാസ സംഭരണം 1000-നും 1600 ml. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിൽ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക.
സസ്യപ്ലവക ഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പുഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. ഇത് 2020 പ്രഖ്യാപിച്ചത് വന്യജീവി സങ്കേതമായിട്ട്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ജീവിതശൈലി രോഗമായിട്ട് കരുതപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ ഏതെല്ലാം? നയനാമൃതം, പാദസ്പർശം, സിറസ്. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ സൈക്കോ-ഡി. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി 0. ഒരു കേന്ദ്രീകൃത ദ്രവ്യത്തിന് ഉപയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം? ജാവലിൻ മത്സരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് DLV-TB. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം മണ്ണ്. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ബോയിൽ നിയമം. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഗ്രാഫൈറ്റ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നൊബേൽ സമ്മാനം നൽകിയത്? ആസ്മെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. താഴെ തന്നിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ? ഇന്ദുലേഖ, ശാരദ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർ അനുയോജ്യമായവ മാത്രം തിരഞ്ഞെടുക്കുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കഥാകാരൻ. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം PV സിന്ധു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ P ജയചന്ദ്രൻ. ഇരുട്ടത്ത് കണ്ണുകാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ മൂന്നാമത്തെ പദമാണ് ശരി. സ്വച്ഛന്തം. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്ക്. ഓപ്ഷൻ സി ആണ് ആൻസർ. പിണം, ബധിരം എന്നിവ രക്തത്തിന്റെ പര്യായമല്ല. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും. ഓപ്ഷൻ ബി ആണ് സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റം. തുലാം പ്ലസ് ഇന്റെ ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാലാമത്തത് തുലാമിന്റെ. അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം അപരാധക. പൂജക ബഹുവചനം വേടർ. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മരത്തിന്റെ കൊമ്പ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ ശരത്ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം നിസ്വാതന്ത്ര്യം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ദുഃഖവെള്ളി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിന്റെ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിലോട്ട്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 20B(2). ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ മറ്റ് ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ചേർക്കുന്നത്? ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന
മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവില്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത് ഓപ്ഷൻ സി. കേരളത്തിൽ വിദേശമദ്യ ചില്ലറ വില്പനശാല സ്ഥാപിക്കുന്നത് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവില്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കോട്ട്ബ ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ്? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വില്പന നടത്തിയാൽ കോട്ട്ബ ആക്ട് പ്രകാരം ചുമത്താവുന്ന പിഴ 200 രൂപ. ഇന്ത്യയിൽ വില്പന നടത്തുന്ന പുകയില ഉൽപ്പാദന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 49. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സു മുതൽക്കാണ്? 23. ഐ.ടി ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവു ശിക്ഷ ജീവപര്യന്തം. ഐ.ടി ആക്ട് 2000 സെക്ഷൻ 77(b) പ്രകാരം തടവു ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല.